all of you, once again welcome to this video. അപ്പോൾ നമ്മൾ അസസ്മെൻറ്റ് ഓഫ് ട്രസ്റ്റിലെ പാർട്ട് 6 ആണ്. സിക്സ്ത് വീഡിയോ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് വാട്ട് ആർ ദി ഇൻകംസ് വിച്ച് ആർ നോട്ട് എക്സംപ്റ്റഡ് എന്നുള്ളതാണ്. സെക്ഷൻ 13 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് നമുക്ക് കാൽക്കുലേഷനൊക്കെ നമുക്ക് ആവശ്യം വരുന്ന ഒരു പോർഷൻ അതിൻ്റെ അകത്തുണ്ട്. നമുക്ക് നോക്കാം. Okay, the following income of these trusts or institutions shall be included in the total income. Means they are not eligible for exemption. First thing എന്ന് പറയുന്നത് any part of the income from property held under a trust for private religious purpose. വളരെ ഷോർട്ടായിട്ട് നമുക്ക് പറയാം. If a trust is running for private religious purpose, അങ്ങനെയുള്ള പ്രോപ്പർട്ടി ഉണ്ട് എങ്കിൽ ആ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകം ടാക്സബിൾ ആണ്, എക്സംപ്റ്റഡ് അല്ല. രണ്ടാമത്തത് ഇഫ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ എ പെർട്ടിക്കുലർ റിലീജിയസ് കമ്മ്യൂണിറ്റി ഓർ കാസ്റ്റ്, ദാറ്റ് ഈസ് ഓൾസോ ടാക്സബിൾ. തേർഡ് തിങ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റിക്വയർഡ്, ഇമ്പോർട്ടൻറ്റ്. എന്താണ്? ഇൻ ദ കേസ് ഓഫ് എ ട്രസ്റ്റ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ചാരിറ്റബിൾ ഓർ റിലീജിയസ് പർപ്പസ്, ഇഫ് സച്ച് എ ട്രസ്റ്റ് ഓർ religious institution that is created after 31st March 1962 under the terms of the trust and is applying its income directly or indirectly for the benefit of the following persons. അപ്പോൾ അതങ്ങനെ കൺഫ്യൂസ്ഡ് ആകാനൊന്നുമില്ല. ഒരു ചാരിറ്റബിൾ അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് അതിൻ്റെ ഇൻകം ഇനി പറയുന്ന ആൾക്കാരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ, അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ ആ ഇൻകംസ് എക്സംപ്റ്റഡ് അല്ല. എന്ന് മാത്രമല്ല അവർക്ക് എത്രയാണ് ടാക്സ് റേറ്റ് എന്നുള്ളതും കൂടെ നമുക്ക് നോക്കണം. ആർക്കൊക്കെയാണ്? ആദ്യത്തത് ഇവിടെ കണ്ടല്ലോ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദി ഓതർ ഓഫ് ദി ട്രസ്റ്റ്, ഓതർ ഓഫ് ദി ട്രസ്റ്റ് ഓർ ദ ഫൗണ്ടർ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഒരു ട്രസ്റ്റ് അതിൻ്റെ ഇൻകം ഇഫ് ദാറ്റ് ഈസ് അപ്ലൈയിങ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ ഫോളോയിങ് പേഴ്സൺസ്, ഡയറക്റ്റ് ആകാം ഇൻഡയറക്റ്റ് ആകാം, ബട്ട് ദാറ്റ് ഈസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദി ഓതർ ഓഫ് ദി ട്രസ്റ്റ് ആണെങ്കിൽ ഇത് എക്സംപ്റ്റഡ് അല്ല. രണ്ടാമത്തത് സബ്സ്റ്റാൻഷ്യൽ കോൺട്രിബ്യൂട്ടർ ടു ദി ട്രസ്റ്റ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ മോർ ദാൻ 50,000 അപ് ടു ദി എൻഡ് ഓഫ് ദി റെലവൻറ്റ് പ്രീവിയസ് ഇയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾ. തേർഡ് വൺ എന്ന് പറയുന്നത് വേർ സച്ച് ഓതർ ഓർ ഫൗണ്ടർ ഓർ കോൺട്രിബ്യൂട്ടർ ഈസ് എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, ദ മെമ്പർ ഓഫ് ദി ഫാമിലി. ഫോർത്ത്, എനി ട്രസ്റ്റി ഓഫ് ദ ട്രസ്റ്റ് ഓർ ദ മാനേജർ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു ട്രസ്റ്റിൻ്റെ അകത്ത് 3 പാർട്ടീസാണുള്ളത്. ട്രസ്റ്ററിൻ്റെ പ്രോപ്പർട്ടി ട്രസ്റ്റി ഈസ് മാനേജിങ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദി ബെനിഫിഷ്യറി. അപ്പോൾ ബെനിഫിഷ്യറിക്ക് വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് അതിൻ്റെ ഓതർക്ക് തന്നെ, കോൺട്രിബ്യൂട്ടർക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആണെങ്കിൽ അതിൻ്റെ മെമ്പേഴ്സിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തല്ല, എക്സംപ്റ്റഡ് അല്ല. ഇനി അതിൻ്റെ മാനേജറിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ട്രസ്റ്റിയാണത് മാനേജ് ചെയ്യുന്നത്, ട്രസ്റ്റീൻ്റെ ബെനിഫിറ്റിനാണെങ്കിലും അതും എന്തല്ല, എക്സംപ്റ്റഡ് അല്ല. ഫിഫ്ത്ത്, എനി റിലേറ്റീവ് ഓഫ് ദി ഓതർ, ഫൗണ്ടർ, കോൺട്രിബ്യൂട്ടർ ഓർ ട്രസ്റ്റി ഓർ മാനേജർ. ഓതറിന്, ഓതറിൻ്റെ റിലേറ്റീവിന്, അതേപോലെ ട്രസ്റ്റിക്ക്, ട്രസ്റ്റീൻ്റെ റിലേറ്റീവിനൊക്കെയാണ് ആ ഇൻകം യൂസ് ചെയ്യുന്നത്. അതിന് അവരൊക്കെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ അതൊന്നും എന്തല്ല, എക്സംപ്റ്റഡ് അല്ല. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എനി കൺസേൺ ഇൻ വിച്ച് എനി ഓഫ് ദി അഫോർസെഡ് പേഴ്സൺ ഹാസ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്. സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 20% വോട്ടിംഗ് പവർ അല്ലെങ്കിൽ 20% പ്രോഫിറ്റ് എലിജിബിൾ ആയിട്ടുള്ള ആളുകളെ നമ്മളറിയാം പേഴ്സൺസ് വിച്ച് ആർ ഹാവിങ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ ദ കൺസേൺ. അപ്പോൾ ഈ പറഞ്ഞ ആളുകൾക്ക് ഈ ട്രസ്റ്റർക്കോ അതേപോലെ തന്നെ ട്രസ്റ്റിക്കോ അവരുടെ റിലേറ്റീവ്സിനോ 20% വോട്ടിംഗ് പവർ ഉള്ള ഒരു കൺസേൺ, ഒരു ഓർഗനൈസേഷനാണ് ഈ ഇൻകം യൂസ് ചെയ്യുന്നത്. ആ ഓർഗനൈസേഷൻ്റെ ബെനിഫിറ്റിനാണ് യൂസ് ചെയ്യുന്നത് എങ്കിലും അതൊക്കെ എന്താണ്, ഇൻഡയറക്ട്ലി ദാറ്റ് ഈസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദീസ് പാർട്ടീസ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ആ ഇൻകംസ് ഒന്നും എക്സംപ്റ്റഡ് അല്ല. അങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്ലിക്കേഷൻ ഓഫ് ഇൻകം അങ്ങനെയാണ് അവർ യൂസ് ചെയ്യുന്നതെങ്കിൽ, ഫോർ വിച്ച് ഇൻകം ടാക്സ് ഇസ് ചാർജ്ഡ് അറ്റ് ദ റേറ്റ് ഓഫ് 30%, മാക്സിമം മാർജിനൽ റേറ്റ്. Okay, ഇനി വാട്ട് ആർ ദി ഇൻകംസ് വിച്ച് ആർ ഡീംഡ് ടു ബി യൂസ്ഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദി ഫൗണ്ടർ എക്സെട്ര ഓഫ് ദി ട്രസ്റ്റ്. ഇപ്പോൾ ഈ പറഞ്ഞ ആളുകൾക്കൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്, ആ ഇൻകം യൂസ് ചെയ്യുന്നത് ഇവരൊക്കെ ബെനിഫിറ്റിനാണെങ്കിൽ അതെന്തെല്ലാം എക്സംപ്റ്റഡ് അല്ല എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്, ടാക്സബിൾ അറ്റ് 30% ആണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? 3 ഐറ്റംസാണ് ഡിസ്കസ് ചെയ്തത്. ആദ്യത്തേതെന്ന് പറയുന്നത് പ്രൈവറ്റ് റിലീജിയസ് പർപ്പസിന് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ പെർട്ടിക്കുലർ റിലീജിയസ് കമ്മ്യൂണിറ്റി ഓർ കാസ്റ്റിന് യൂസ് ചെയ്യുന്നത്. തേർഡ് വൺ അപ്ലൈഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദി ഓതർ, അതേപോലെ തന്നെ ട്രസ്റ്റി, മാനേജർ
അല്ലെങ്കിൽ any relative or any concern in which such person is having a substantial interest. അതിനൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെയും എന്തല്ല ഇൻകംസ് എക്സംപ്റ്റഡ് അല്ല. അങ്ങനെ മൂന്നെണ്ണമാണുള്ളത്. ഇനി എപ്പോഴാണ് ഈ ഓതറിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുക അല്ലെങ്കിൽ ഡീം ചെയ്യുക. ഫസ്റ്റ് എന്ന് പറയുന്നത് if it is lent to such person for any period during the previous year without either adequate security or interest or both. ഒരു പ്രോപ്പർട്ടി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ആൾക്ക് ലെൻഡ് ചെയ്തിട്ടുണ്ട് വിത്തൗട്ട് പ്രോപ്പർ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ വിത്തൗട്ട് അഡിക്വേറ്റ് സെക്യൂരിറ്റി. ഇഫ് ഇറ്റ് ഈസ് ലെൻറ്റ് എമൗണ്ട് ലെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് ലോണായിട്ട് കൊടുത്തിട്ടുണ്ട് വിത്തൗട്ട് പ്രോപ്പർ സെക്യൂരിറ്റി അല്ലെങ്കിൽ വിത്തൗട്ട് പ്രോപ്പർ ഇൻട്രസ്റ്റ് പ്രോപ്പറായിട്ട് ചാർജ് ചെയ്യാതെ ലോൺ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യാതെ ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ. സെക്കൻഡ് എന്ന് പറയുന്നതാണെന്ത്, ലാൻഡ് ബിൽഡിംഗ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഓഫ് ദി ട്രസ്റ്റ് മെയ്ഡ് അവൈലബിൾ ടു ദ യൂസ് ഓഫ് സച്ച് പേഴ്സൺ ഫോർ എനി പീരിയഡ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ വിത്തൗട്ട് ചാർജിങ് ആഡിക്വേറ്റ് റെൻറ്റ് ഓർ അതർ കോമ്പൻസേഷൻ. ട്രസ്റ്റിൻ്റെ ബിൽഡിംഗ് റെൻറ്റിന് കൊടുത്തിട്ടുണ്ട് പക്ഷേ പ്രോപ്പറായിട്ട് റെൻറ്റ് കളക്ട് ചെയ്യുന്നില്ല എങ്കിൽ. തേർഡ് എന്ന് പറയുന്നത് എമൗണ്ട് ഈസ് പെയ്ഡ് ബൈ വേ ഓഫ് സാലറി അലവൻസസ് ഓർ അതർവൈസ് to such person which is in excess of what may be reasonably paid for such services. അപ്പോൾ അതിനിവിടെ ഞാൻ പി പി ടിയിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് അതിൻ്റെ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത പാർട്ടീസിനാണ് ലെൻഡ് ചെയ്തിട്ടുള്ളത്, ലോൺ കൊടുത്തിട്ടുള്ളത് വിത്തൗട്ട് അഡിക്വേറ്റ് സെക്യൂരിറ്റി ഓർ വിത്തൗട്ട് പ്രോപ്പർ ഇൻട്രസ്റ്റ്, വിത്തൗട്ട് ചാർജിങ് പ്രോപ്പർ ഇൻട്രസ്റ്റ് ആണെങ്കിൽ അതെന്താണ് ഇൻകം വിച്ച് ഈസ് ഡീംഡ് ടു ബി യൂസ്ഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദിസ് പേഴ്സൺ. അതേപോലെ ലാൻഡ് ബിൽഡിംഗ് ഒക്കെ റെൻറ്റിന് കൊടുത്തിട്ടുണ്ട് വിത്തൗട്ട് ചാർജിങ് അഡിക്വേറ്റ് റെൻറ്റ്. പിന്നെ സാലറി അലവൻസസ് ഒക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ ദാറ്റ് ഈസ് ഇൻ എക്സസ് ഓഫ് വാട്ട് മേ ബി റീസണബിളി പെയ്ഡ് ഫോർ സച്ച് സർവീസസ്. യൂഷ്വലി നമ്മൾ കൊടുക്കുന്നത് ആ ഒരു സർവീസിന് 10,000 ആണ്, പക്ഷേ വി ആർ പേയിങ് 25,000 ടു ദിസ് പേഴ്സൺ. അപ്പോൾ അത് റീസണബിളി കൊടുക്കുന്നതിനേക്കാൾ അധികമാണെന്ന് വെച്ചാൽ ദാറ്റ് ഇൻകം ഈസ് ആക്ച്വലി യൂസ്ഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദീസ് പാർട്ടീസ് അല്ലേ. ഇനി if the services of the trust or institution are made available to such person without adequate remuneration or compensation, if any asset is purchased on behalf of the trust from such person for consideration which is more than adequate. 5 ലക്ഷത്തിന് നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു അസറ്റ് നമ്മൾ ഈ പറഞ്ഞ പാർട്ടീസിൽ ആരെങ്കിലും അടുത്തുനിന്ന് നമ്മൾ വാങ്ങുന്നത് 7 ലക്ഷത്തിന് 7 lakhsനാണെങ്കിൽ അതെന്താണ് ഇൻകം വിച്ച് ഈസ് അപ്ലൈയിങ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദാറ്റ് പേഴ്സൺ അല്ലേ. അതേപോലെ തന്നെ അസറ്റ് ഈസ് സോൾഡ് ഓൺ ബിഹാഫ് ഓഫ് ദി ട്രസ്റ്റ് ടു സച്ച് പേഴ്സൺ ഫോർ കൺസിഡറേഷൻ വിച്ച് ഈസ് ലെസ് ദാൻ അഡിക്വേറ്റ്. 10 lakhsൻ്റെ അസറ്റ് വി ആർ സെല്ലിംഗ് ടു ദിസ് പേഴ്സൺ ഫോർ 5 lakhs. അവിടെ എന്താണ് 5 lakhs മറ്റേ ആളുടെ ബെനിഫിറ്റാണ്. ഇനി if any income or property exceeding ₹1,000 of the trust is diverted during the previous year in favor of such person, and if any fund or trust is or continue to remain invested for any period during the previous year in any concern in which such person has substantial interest. ഈ ട്രസ്റ്റ് ഈ പറഞ്ഞ പാർട്ടിയിൽ ആർക്കെങ്കിലും ഒരാൾക്ക് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കൺസേണിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതെന്താണ് ദാറ്റ് ഈസ് ഓൾസോ ഇൻഡയറക്ട്ലി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദി, അല്ലെങ്കിൽ ഡയറക്ട്ലി തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദിസ് പേഴ്സൺ. അപ്പം അങ്ങനെ ആകുമ്പോൾ ഓതർ അതല്ലെങ്കിൽ ഫൗണ്ടർ ഓഫ് ദി ട്രസ്റ്റ്, ട്രസ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാനേജർ, അതേപോലെ അവരുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കൺസേൺ, ഇവർക്ക് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള കൺസേൺ, ഇങ്ങനെയുള്ളൊക്കെ കേസിൽ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ സബ്സ്റ്റാൻഷ്യൽ കോൺട്രിബ്യൂട്ടറിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ഇൻകം യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഇൻകംസ് ഒന്നും എക്സംപ്റ്റഡ് അല്ല, അത് ടാക്സബിൾ ആണ്. മാത്രമല്ല അതിന് 30% ടാക്സ് റേറ്റ് ആണ്. ഇനി എപ്പോഴൊക്കെയാണ് നമ്മളത് അസ്യൂം ചെയ്യുക എന്നുള്ള സിറ്റുവേഷൻസാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ.